CPM ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ അഴിമതിയാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയതെന്ന് KC വേണുഗോപാൽ. ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത സർക്കാർ നടപടി കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത അഴിമതിയാണെന്നും KC വേണുഗോപാൽ. മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതി 6.5 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ബൈലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാത്ത നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ്. മെഷീൻ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കേണ്ട 3,80,000 രൂപ നഷ്ടപ്പെടുത്തിയെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് അംഗം TK ജിനേഷ്. ബസ്സിന് കല്ലെറിഞ്ഞും കത്തിച്ചും സർക്കാർ വസ്തുക്കൾ ചുട്ടരിച്ചും നാടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയവർ ജനപ്രതിനിധികളായി വരുന്നുവെന്ന് 2020 നേതാവ് സാബു M ജേക്കബ്. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാക്കി ചാലക്കുടിയിലെ UDF LDF സ്ഥാനാർത്ഥികൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. CPM ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ അഴിമതിയാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയതെന്ന് KC വേണുഗോപാൽ. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും. എക്സൈസ് കമ്മീഷണർ നൽകരുതെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ മറികടന്ന് സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു. ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത സർക്കാർ നടപടി കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത അഴിമതിയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇതുപോലെ ബാറുകൾ അനുവദിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പിലേക്ക് നമുക്കറിയാം. സ്പ്രിംഗർ, സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും പുതിയ അക്ഷയപാത്രമായിട്ട് സർക്കാരും CPM-ഉം കണ്ടിരിക്കുന്നത് ബാറുകളുടെ ഈ ലൈസൻസ് നീട്ടിക്കൊടുക്കലാണ്. ഇത് കൊടി അഴിമതിയാണ്. തിരഞ്ഞെടുപ്പിൽ കോടികൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൻ അഴിമതിയാണ് ഈ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. സത്യത്തില് കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഏറ്റവും കടുത്ത വഞ്ചനയാണ് ഇത് എന്നുള്ള കാര്യം സംശയമാണ്. 2 വർഷത്തോളമായിട്ട് റീക്ലാസിഫിക്കേഷൻ പരിശോധന നടത്താത്ത ഹോട്ടലുകൾ പോലും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇപ്പം മൊത്തം 848 ബാറാണ് കേരളത്തിലുള്ളത്. ഒന്നാം പിണറായി സർക്കാർ 200 അനുവദിച്ചു. രണ്ടാം പിണറായി സർക്കാർ 177 അനുവദിച്ചു. 377 ബാറുകൾ ഈ 10 കൊല്ലക്കാലം കൊണ്ട് മാത്രം അനുവദിച്ചിട്ടുണ്ട്. 377 ബാറുകൾ. എക്സൈസ് വകുപ്പിന്റെ പരിശോധനയിൽ ബാർ ലൈസൻസ് ഉള്ള 200ഓളം ഹോട്ടലുകളാണ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ പുതുക്കിയില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 23ഓളം ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ പരിശോധന സഹകരിച്ചതേ ഇല്ല എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. ഇവർക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന നിർദ്ദേശം ജില്ലാ മേധാവികൾക്ക് എക്സൈസ് കമ്മീഷണർ നൽകി. മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതി 6.5 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ബൈലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാത്ത നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ്. മെഷീൻ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കേണ്ട 3,80,000 രൂപ നഷ്ടപ്പെടുത്തിയെന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് അംഗം TK ജിനേഷിന്റെ ആരോപണം. വിഷയത്തിൽ വിജിലൻസിന് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. മാള ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തിലാണ് ഹരിതകർമ്മ സേനയ്ക്കായി MCF-ലേക്ക് ബൈലിംഗ് മെഷീൻ വാങ്ങിക്കുന്നത്. 6.5 ലക്ഷം രൂപയായിരുന്നു മുടക്കുമുതൽ. കേന്ദ്രാവിഷ്കൃത ഫണ്ടായി 4,50,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായി 1,90,000 രൂപയുമായിരുന്നു കൈമുതൽ. എന്നാൽ മെഷീൻ വാങ്ങി കമ്മീഷൻ പറ്റിയതല്ലാതെ അത് പ്രവർത്തിപ്പിക്കാൻ മുൻ ഭരണസമിതി നടപടി സ്വീകരിച്ചില്ലെന്ന ഗുരുതര ആരോപണം TK ജിനേഷ് ഉയർത്തുന്നു. ഈ ധൃതിപ്പെട്ട് ഈ ബൈലിംഗ് മെഷീൻ വാങ്ങിയതിൽ കൃത്യമായ കമ്മീഷനടി ഉണ്ടായിട്ടുണ്ട്. കമ്മീഷൻ വാങ്ങുന്ന ഒരു ഭരണസമിതിയായിട്ട് LDF ഭരണസമിതി മാറിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഈ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇവിടെ റിജക്ഷൻ വരുന്ന ഐറ്റംസ്, അതുപോലെ ലെഗസി ഐറ്റംസ് എന്ന് പറയുന്ന ബാഗ്, ചെരുപ്പ് ഉൾപ്പെടെയുള്ള തെർമോക്കോൾ അടക്കം വരുന്ന സാധനങ്ങൾ റിജക്ഷനായിട്ട് പെടുത്തുകയാണെങ്കിൽ, ലെഗസിൽ പെടുത്തുകയാണെങ്കിൽ ഈ കരാറെടുത്ത കമ്പനികൾക്ക് 5.5 രൂപ അല്ലെങ്കിൽ കരാറിൻ്റെ അടിസ്ഥാനം ചിലപ്പോൾ 6.5 രൂപ വരെ ചേർച്ച് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതി പണം കൊടുത്തിട്ടാണ് ഇവർ കയറ്റി അയച്ചു പോകുന്നത്.
2022-23 സാമ്പത്തിക വർഷത്തിൽ 1,60,000 രൂപ ഇതിനു വേണ്ടി വെച്ചു. പക്ഷേ അത് ചിലവാക്കേണ്ടി വന്നില്ല. ഇവിടെ അത്തരത്തിലുള്ള ലെഗസി കാര്യങ്ങളൊക്കെ അത്തരത്തിൽ വന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 2023-24 വർഷത്തിൽ 1,60,000 രൂപ വെച്ചു. അതിൽ 1,11,548 രൂപയാണ് ചിലവാക്കിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1,50,000 രൂപ വെച്ചു. അതിൽ 1,33,500 രൂപയാണ് ചിലവ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത 2025-26 അതായത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലെഗസി കയറ്റിവിടുന്നതിന് മാത്രമായിട്ട് 18,02,660 രൂപ വകയിരുത്തിയാണ്. എത്രയോ ഇരട്ടി സംഖ്യയാണ് വെച്ചിട്ടുള്ളത്. ഇത് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ മാളക്കടവിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മുസ്ലിംസിൻ്റെ പൈതൃക പദ്ധതിയുടെ ഭാഗമായി മാളക്കടവ് നവീകരണം വരുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച് ഈ സെഗ്രിഗേഷൻ ചെയ്ത് കിട്ടേണ്ട 2 രൂപ വെച്ച് കിട്ടേണ്ട സെഗ്രിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 രൂപ വെച്ച് കിട്ടും. ആ 2 രൂപ വെച്ച് കിട്ടേണ്ട സാധനങ്ങളും MLP അടക്കം വരുന്ന സാധനങ്ങളെ ബെയിലിംഗ് നടത്താതിരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കണ്ടുകൊണ്ട് പദ്ധതി വെച്ച് അതിൽ 9,89,974 രൂപ കമ്പനികൾക്ക് കൈമാറി പഞ്ചായത്തിൻ്റെ പദ്ധതി പണം. ഇതിലും കൃത്യമായ കമ്മീഷനടി അതിലും നടന്നിട്ടുണ്ട്. മാത്രമല്ല, പ്രവർത്തനം നടത്താത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ഏകദേശം 3,80,000 രൂപ നഷ്ടപ്പെടുത്തിയെന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ TK ജിനേഷിന്റെ ആരോപണം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരു ഇടതംഗം മാത്രമാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടതായും ജിനേഷ് വ്യക്തമാക്കി. മീഡിയ ടൈം, മാള. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ സജീവമാക്കി ചാലക്കുടിയിലെ UDF, LDF സ്ഥാനാർത്ഥികൾ. അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് ചാലക്കുടി മാർക്കറ്റിൽ നിന്നായിരുന്നു വോട്ട് തേടിയത്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാക്കി ചാലക്കുടിയിലെ UDF, LDF സ്ഥാനാർത്ഥികൾ. ചാലക്കുടി മാർക്കറ്റിൽ നിന്നും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. മത്സ്യ മാർക്കറ്റുകളിലും പച്ചക്കറി മാർക്കറ്റിലും കയറി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ചാലക്കുടി ഗായത്രി ആശ്രമത്തിലെത്തി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയുടെ അനുഗ്രഹം വാങ്ങി. ഒപ്പം ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ച സ്വാമി സച്ചിദാനന്ദയെ സ്ഥാനാർത്ഥി പൊന്നാടയണിയിച്ചു. ഷഷ്ടി ആഘോഷം നടക്കുന്ന കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പിന്നീടെത്തിയത്. ഇവിടെ വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് കൊന്നക്കുഴിയിലെ സ്വാമി ഉദിത് ചൈതന്യ ആശ്രമം, മോതിരക്കണിയിലെ അമ്മ മഠം, കരുണാലയം, കുറ്റിച്ചിറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളി, നായരങ്ങാടി, കോരങ്ങത്ത് ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ചാലക്കുടിയിൽ CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, അനിൽ കദലിക്കാടൻ, ജിൽ ആന്റണി, PS സന്തോഷ്, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, VJ ജോജി, ഉഷ പരമേശ്വരൻ, അൽഫോൺസ ചാക്കോ, നിത അജീഷ്, KB ഷബീർ, CS വിനു, MM ഷക്കീർ, VP ഷാജഹാൻ, സിറാജ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ചു. പുലർച്ചെ മാർക്കറ്റിലെ കച്ചവടക്കാരെയും തൊഴിലാളികളെയും നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥന മണിക്കൂറുകളോളം നീണ്ടുനിന്നു. നിലവിലുള്ള മാർക്കറ്റിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതിയിലുള്ള സന്തോഷവും നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക കച്ചവട സൗകര്യം ഒരുക്കിയതിനും കച്ചവടക്കാരും തൊഴിലാളികളും സ്ഥാനാർത്ഥിയെ അറിയിച്ചു. ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻ VO പൈലപ്പൻ, UDF കൺവീനർ OS ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ, ചാലക്കുടി ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, നഗരസഭാ കൗൺസിലർമാരായ റൈസൻ ആലൂക്ക, മേഴ്സി, ഡിൻസി അരുൺ, രേഷ്മ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിൽ പങ്കാളികളായി. മീഡിയ ടൈം, ചാലക്കുടി. ബസ്സിന് കല്ലെറിഞ്ഞും കത്തിച്ചും സർക്കാർ വസ്തുക്കൾ ചുട്ടരിച്ചും നാടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയവർ ജനപ്രതിനിധികളായി വരുന്നുവെന്ന് 2020 നേതാവ് സാബു M ജേക്കബ്. മാളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിനാണ് സാബു M ജേക്കബ് മാളയിലെത്തിയത്. ഇപ്പോൾ നമുക്ക് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, അവരും പിന്തുടരുന്ന ഒരു നയമെന്ന് പറയുന്നത് ബസ് കല്ലെറിഞ്ഞും ഫാക്ടറികൾ തീയിട്ടും സമരങ്ങളും ഹർത്താലുകളും പണിമുടക്കുകളും നടത്തി ഈ നാടിനെ ദ്രോഹിച്ച് വളർന്നു വന്ന ആളുകളെയാണ് എപ്പോഴും സ്ഥാനാർത്ഥികളായിട്ടും അവർ പിന്നെ MLA-മാരായിട്ടും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ദുരിതമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അവരെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ആവശ്യമുള്ള വികസനം ഉറപ്പാക്കാനോ ആ വികസനത്തെ പറ്റി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. 2020 കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച് മനസ്സിലാക്കിയത് ഈ മാറി മാറി വരുന്ന ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഒരിക്കലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്കതിന് ആഗ്രഹമുണ്ടായിട്ടില്ല. ഈ ഭരിച്ചവരൊന്നും 1% പോലും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ കടപ്പാടില്ലാത്തവരായിരുന്നു എന്നുള്ളതാണ്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള മിറ്റ്സ് പോളിടെക്നിക്കിൽ ദ ഫൈനൽ ചാപ്റ്റർ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് കോരഞ്ചേരി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ അനിത അൽഫോൺസ്, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവിയമ്മ, ഡോക്ടർ പോൾ മുണ്ടാടൻ, മിറ്റ്സ് ഗ്രൂപ്പ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ സുരേന്ദ്രൻ ആറ്റൂർ, ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ അനീഷ PA, ഫ്രാൻസിസ് PA, രേഖ M, മൃദുല S, ജിനേഷ് രാജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മെമന്റോയും പ്ലേസ്മെന്റ് ലഭിച്ചവർക്ക് മെഡലുകളും വിതരണം ചെയ്തു. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ സ്വന്തമായാണ് എന്ന് പറഞ്ഞെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എട്ടുകാലി മമ്മൂഞ്ഞുമാരായിട്ട് തന്നെയാണ് ഈ സർക്കാരിന്റെ പ്രതിനിധികൾ നമ്മളോട് കാണിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികളെയെല്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പുതിയ പേരിൽ പ്രാവർത്തികമാക്കുന്ന രീതി എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും പൊതുമരാമത്ത് പ്രവൃത്തികളിലാണെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയിലാണെങ്കിലും ഒക്കെ എല്ലാ മേഖലയിലും അഴിമതിയാണ്. നമ്മുടെ ഓരോ എവിടെന്താ നമുക്ക് ഇതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പറയണ്ടേന്ന് മനസ്സിലായി. എല്ലാ മേഖലയിലും എടുത്തു പറഞ്ഞ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ അവർ കൊട്ടിഘോഷിക്കുന്ന കുറെ ഉദ്ഘാടന മഹാമഹങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ കെട്ടിടങ്ങളൊക്കെ ഒരുപക്ഷെ പണിതിട്ടുണ്ടാവും. അത് കേന്ദ്ര സഹായത്തോടെയും മറ്റു കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളും അതുപോലെ ശുചിത്വ മിഷന്റെ ഒക്കെ ഫണ്ടുകളായിട്ട് കിഫ്ബിയിൽ നിന്ന് ലോണും ഒക്കെയായി ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ടാവും. മണ്ഡലം വൈസ് പ്രസിഡന്റ് KG സുവർണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KA ഹാറൂൺ റഷീദ്, സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ CJ പോൾസൺ, CC ബാബുരാജ്, സുധാകരൻ മണപ്പാട്ട്, ഷീല വിശ്വംഭരൻ, സുനിൽ P മേനോൻ, CP അനിൽ, KM നിഷാദ്, റുബീന നാസർ തുടങ്ങിയവർ സംസാരിച്ചു. LDF പുല്ലൂറ്റ് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കൊടുങ്ങല്ലൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VR സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാലസ്തീനിൽ മരിച്ചതുമെല്ലാം കുഞ്ഞുങ്ങളാണ്. നമ്മുടെ നാട് ഇതൊന്നും സ്വീകരിക്കുന്നില്ല. നമ്മുടെ നാട് അതാണ് കുരിപ്പുഴ പാടിയത്. കപട സ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു. എവിടെയാ പരാജയപ്പെടുന്നത്? കപട സ്നേഹിത, കാപട്യമുള്ള സ്നേഹ കൂട്ടുകാര, നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു. ഞാൻ പരാജയപ്പെടുന്ന എങ്ങനെയാ? രാഷ്ട്രീയക്കാരൻ പരാജയപ്പെടുന്ന എങ്ങനെയാ? കപട സ്നേഹം കാണിക്കുന്നവരുടെ ഇടയിലാണ്, യാന്ത്രികമായി പ്രശ്നങ്ങളെ കാണുന്നവരുടെ ഇടയിലാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് അമേരിക്കയുടെ കീഴാള ഭൂമിയായി മാറി. അമേരിക്കയുടെ ഭൂമി. അമേരിക്ക പറയുമ്പോൾ കിടക്കുന്നു, അമേരിക്ക പറയുമ്പോൾ ഇരിക്കുന്നു. ചേരിചേര രാജ്യത്തിൻ്റെ അധ്യക്ഷയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇവിടെ ഒരുപാട് പ്രധാനമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് നയപരമായി. ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മനുഷ്യൻ. ഒരുപക്ഷെ മഹാത്മാഗാന്ധി രക്തസാക്ഷിയായിരുന്നില്ല എങ്കിൽ. പുല്ലൂറ്റ് TDP ഹാളിൽ നടന്ന കൺവെൻഷനിൽ CPIM പുല്ലൂറ്റ് ലോക്കൽ സെക്രട്ടറി PN വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം PP സുഭാഷ്, CK രാമനാഥൻ, PN രാമദാസ്, ഹണി പീതാംബരൻ, സുമാ ശിവൻ, VB രതീഷ് എന്നിവർ സംസാരിച്ചു.
സംസ്ഥാനത്ത് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായി വിൽസൺ കല്ലൻ നിയോഗിക്കപ്പെട്ടതായി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഴിമതിരഹിത വികസന പ്രവർത്തനത്തിലൂടെ നികുതി വർദ്ധിപ്പിക്കാതെയും സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയുമുള്ള മികച്ച ഭരണമാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ ആം ആദ്മിക്ക് 3ാം സ്ഥാനമുണ്ടെന്നും സാജൻ പടിക്കല, വിൽസൺ കല്ലൻ, പൗലോസ് ആലപ്പാട്ട്, ജോണി കുരിശ്ശേരി, പാലി ഉപ്പുപറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂർ യൂണിയൻ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. യൂണിയൻ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ PK പ്രസന്നൻ, യോഗം കൗൺസിലർ ബേബി റാം, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കോട്ടേക്കാട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവൻ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് KS ശിവറാം എന്നിവർ സംസാരിച്ചു. പിംഗലി വെങ്കയ്യ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സംഭവബഹുലമായ ജീവിതകഥയും ദേശീയ പതാകയുടെ ചരിത്രവും CBSE 7ാം ക്ലാസ് മലയാള പാഠാവലിയിൽ. പിംഗലി വെങ്കയ്യയെക്കുറിച്ച് പ്രവാസി എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണം തയ്യാറാക്കിയ ലേഖനമാണ് മലയാള പാഠാവലിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ചന്ദ്രാപിനി സ്വദേശിയായ സതീഷ് കുമാർ വിശാഖപട്ടണം പട്ടോർമകൾ 365 എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മലയാള ഗാന സാഹിത്യരംഗത്തെ ഏറെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. ദേശീയ പതാകയ്ക്ക് വേണ്ടി പിംഗലി വെങ്കയ്യ നേരിട്ട വെല്ലുവിളികളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കി അവയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അബ്സല്യൂട്ട് എഡ്യൂക്കേഷൻ CBSE മലയാള പാഠാവലിക്ക് വേണ്ടി ഈ ലേഖനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ അഴിമതിയാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയതെന്ന് KC വേണുഗോപാൽ. ക്ലാസിഫിക്കേഷൻ നോക്കാതെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്ത സർക്കാർ നടപടി കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത അഴിമതിയാണെന്നും KC വേണുഗോപാൽ. മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതി 6.5 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ബൈലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാത്ത നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ്. മെഷീൻ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കേണ്ട 3,80,000 രൂപ നഷ്ടപ്പെടുത്തിയെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് അംഗം TK ജിനേഷ്. ബസ്സിന് കല്ലെറിഞ്ഞും കത്തിച്ചും സർക്കാർ വസ്തുക്കൾ ചുട്ടരിച്ചും നാടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയവർ ജനപ്രതിനിധികളായി വരുന്നുവെന്ന് 2020 നേതാവ് സാബു M ജേക്കബ്. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാക്കി ചാലക്കുടിയിലെ UDF LDF സ്ഥാനാർത്ഥികൾ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.